സുപ്രീം കോടതിയുടെ ഒരു വിധി, പ്രധാനമായ ഒരു വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഈ പബ്ലിക് സർവൻസ് പോലീസുകാർ, അത് പോലീസുകാർക്കെതിരെയുള്ള ഒരു കാര്യമായിട്ടാണ് വന്നേക്കുന്ന ആ വിധി വന്നത്. അത് സാധാരണ ഈ പബ്ലിക് സർവൻ്റ് ആണെങ്കിൽ, ഒരാൾ ഒരു പോലീസുകാരൻ എന്ന് പറയുന്നത് പബ്ലിക് സർവൻ്റ് ആണ്, അവരുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവർക്ക് പേര് കേസെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കണമെങ്കിൽ അതിന് പെർമിഷൻ വേണം, സാങ്ഷൻ നേരത്തെ വാങ്ങിയിരിക്കണം. കാരണം ഒരു പ്രവൃത്തി ചെയ്യുന്നു, ആ പ്രവൃത്തിയും ഒഫീഷ്യൽ ഡ്യൂട്ടിയുമായിട്ട് വളരെയധികം നെക്സസ് ഉണ്ടെങ്കിൽ, ബന്ധമുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ അയാൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് പോലെ തന്നെ ഒരു കാര്യമാണ്. അതിന് നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ, അതിന് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് സാങ്ഷൻ വാങ്ങിയിരിക്കണം, ഗവൺമെൻറ്റിൻ്റെ സാങ്ഷൻ വാങ്ങിയിരിക്കണം. പക്ഷേ ഇവിടെ വന്ന കാര്യം എന്ന് പറയുന്നത്, പോലീസ് കള്ളക്കേസെടുത്തു, ഒരാളുടെ പേർക്ക് അറിഞ്ഞുകൊണ്ട് കള്ളക്കേസെടുത്തു. അത് വളരെ വലിയൊരു ഒഫൻസാണ് ആ ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ ചിലർ ജീവപര്യന്തം വരെ കിടക്കേണ്ടതായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള കേസുകളിനകത്ത്. ഇപ്പോൾ എത്തി നോക്കിയവൻ 7-ാം പ്രതി എന്ന് പറഞ്ഞുള്ള ഒരു പരിപാടിയുണ്ട്, ബാക്കി 5-6 പ്രതിയെ കാണും. ഇവർക്ക് വിരോധമുള്ള ഒരുത്തനെയും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അതിനകത്ത് തട്ടിയും കയറ്റും. അവന് അതിലേ പോയായിരുന്നു, അതിനെ പുറകെ പോയി വാലെ പിടിച്ചുകൊണ്ട് പോയതാ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അവനെ കൂടെ കയറ്റും. അങ്ങനെ കള്ളക്കേസ് എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ആ കള്ളക്കേസ് എടുത്തപ്പോൾ അതിനെതിരെ ഇതുപോലെ അത് കണ്ടുപിടിച്ചു, നടപടിയായി കഴിഞ്ഞപ്പോൾ അതിന് സാങ്ഷൻ വേണം എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു സാങ്ഷൻ വേണ്ട. ഈ ഒരാളുടെ പേര് കള്ളക്കേസ് എടുക്കുന്നതും ഒഫീഷ്യൽ ഡിസ്ചാർജ് ഓഫ് ഒഫീഷ്യൽ ഡ്യൂട്ടിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒഫീഷ്യൽ ഡ്യൂട്ടി ആൻഡ് ഡിസ്ചാർജിൽ മാത്രമേ ഉള്ളൂ ഇത് വരുന്നത്. അതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾക്ക്. ഒരു കള്ളക്കേസ് എടുക്കുന്നത് ഒരു കാരണവശാലും അയാളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടിയെ സഹായിക്കാനും പോകുന്നില്ല, ഒഫീഷ്യൽ ഡ്യൂട്ടിയുടെ ഭാഗവുമല്ല. അതുകൊണ്ട് ആ രീതിയിലുള്ള സാങ്ഷനൊന്നും വേണ്ട അത് എന്ന് സുപ്രീം കോടതി കണ്ടു. അത് ഒരുപാട് കേസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആ ഇൻ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഒഫീഷ്യൽ ഡ്യൂട്ടി അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ മാത്രമാണ്, അത് ആയിട്ട് മാത്രമേ ഉള്ളൂ ഈ സാങ്ഷൻ്റെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇല്ലെങ്കിൽ സാങ്ഷൻ വരുന്നില്ല. അതായത് ഈ ആക്ട്, പ്രവൃത്തിയും ഈ ഒഫീഷ്യൽ ഡ്യൂട്ടിയും തമ്മിൽ നെക്സസ് വേണം, ബന്ധം വേണം, അതാ കാര്യം. അപ്പോൾ അത് സുപ്രീം കോടതി ഒന്നുകൂടെ അടിവരയിട്ട് പറഞ്ഞാണ്. അതുപോലെ തന്നെ കോടതി അലക്ഷ്യത്തെക്കുറിച്ച് ഉള്ള ഒരു വിധിയും വന്നിട്ടുണ്ട്. അതിൽ കോടതി നടപടികളെ മറികടക്കുന്നത് അതും അതുപോലെ തന്നെ കോടതിയുടെ വിചാരണയെ തടസ്സപ്പെടുത്തുന്നതും, കോടതി നടപടികളെ തടസ്സപ്പെടുത്തുന്നതും, അതുപോലെ തന്നെ കോടതി ഉത്തരവുകൾ മറികടക്കുന്നതും, അതും കോർട്ടലക്ഷ്യത്തിൻ്റെ പരിധിയിൽ തന്നെ വരും എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ട്. അപ്പോൾ കോടതി നടപടികളെ തടസ്സപ്പെടുത്തുക, ഏതെങ്കിലും വിധത്തിൽ തടസ്സം ചെയ്താൽ കോർട്ടലക്ഷ്യമാവും. അത് അടിവരയിട്ടിപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്.